പശ്ചിമേഷ്യയിൽ ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമായേക്കും. ഇറാനെതിരെ ശക്തമായ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. ഇറാൻ സൈനിക ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഓരോ അമേരിക്കൻ സൈനികനും പകരമായി ഇറാനെതിരെ അതിശക്തമായ സൈനിക തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സൈനികർ കൊല്ലപ്പെടുന്ന ഓരോ സംഭവത്തിനും വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് ടെഹ്റാന് കർശന മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് നയം വ്യക്തമാക്കിയത്. തന്റെ ഭരണകൂടവും പ്രതിരോധ മന്ത്രാലയവും ഇനി വച്ചുപൊറുപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് ഇതിനായി വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇറാൻ ഒരു അമേരിക്കൻ സൈനികനെ കൊല്ലുമ്പോഴും അതിനവർ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. ഇതേക്കുറിച്ചുള്ള കർശന നിർദ്ദേശം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാനിയൽ കെയ്ൻ എന്നിവർക്കും സൈന്യത്തിലെ മറ്റ് മുതിർന്ന മേധാവിമാർക്കും ഞാൻ കൈമാറിക്കഴിഞ്ഞു, ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമാവുകയും സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ കടുത്ത പരാമർശം. സംഘർഷം കൂടുതൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തവെയാണ് പുതിയ യുദ്ധ കാഹളം ട്രംപിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ മധ്യസ്ഥർ നിർദ്ദേശം മുന്നോട്ട് വച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ റദ്ദാക്കിയ ഇടക്കാല വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമേരിക്കയുടെ സൈനിക ആക്രമണങ്ങൾക്കിടയിലും മധ്യസ്ഥർ മുഖേന വാഷിംഗ്ടണുമായി നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. മധ്യസ്ഥർ വഴി സമാധാന ചർച്ചകൾക്കായുള്ള സന്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തി ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ നെ അനുവദിക്കില്ലെന്ന് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയും ഇറാനും ജൂൺ 17 ഒപ്പിട്ട ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ തനിക്ക് ഒന്നുമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇടക്കാല കരാർ പാലിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതകളെല്ലാം മരവിപ്പിക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതേസമയം തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വ്യോമ പ്രതിരോധ മേഖലകൾ, മിസൈൽ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് സൈന്യത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെതിരെ ഇറാനും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഇറാഖിൽ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മറ്റൊരു സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്.